വെൽക്കം ബാക്ക് ടു ഡേയ്സ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോക്കകത്ത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. ഗോൾഡിനകത്ത് ഒരു സെൽ ഓപ്പർച്യൂണിറ്റി. ഈ ഒരു ട്രേഡ് എങ്ങനെയാണ്, ലോജിക്ക് എന്താണെന്ന് ഗ്രൂപ്പിനകത്ത് തന്നെ ഒരു സുഹൃത്ത് ചോദിക്കേണ്ടായി. എങ്ങനെയാണ് മാർക്കറ്റിൽ ഒരു റിവേഴ്സലാണോ അല്ലേ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നത്. മാർക്കറ്റിന് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് മുകളിലോട്ടും പോകാൻ ചാൻസ് ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും ഉണ്ട്. മാർക്കറ്റിലെ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു പ്രോബബിലിറ്റിയാണ്. അത് അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാം. പക്ഷേ അനാലിസിസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് താഴത്തോട്ട് പോകാനാണ് കൂടുതൽ ചാൻസ് എന്ന് അയാൾ ഉറപ്പിക്കുന്നത് പലതവണ മാർക്കറ്റിൽ കണ്ടിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റ് തിരിച്ച് ഇറങ്ങാനുള്ള ചാൻസ്, അതല്ലെങ്കിൽ തിരിച്ച് കയറാനുള്ള ഒരു ചാൻസാണ് ഇവിടെ കൂടുതലുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒന്ന് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ്, രണ്ട് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റാണ്. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തു പോകുന്ന പാറ്റേണാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ട്രെൻഡ് റിവേഴ്സൽ ആവുന്ന പാറ്റേൺ ആണ്. ഈ രണ്ട് പാറ്റേൺ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്കാണ് മാർക്കറ്റ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തു പോകുമോ ട്രെൻഡ് റിവേഴ്സൽ ആവുമോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി നമ്മളിവിടെ 30 മിനിറ്റ്സ് ചാർട്ട് എടുത്തിട്ടുണ്ട്. ഈ ചാർട്ടിനകത്ത് നമ്മളിവിടെ ആദ്യം കാണുന്നത് മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ നടത്തി മുകളിലോട്ട് കയറി വരുവാണ്. ഈ കയറി വരുന്ന മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്കറിയാം, ഒരു ട്രെൻഡി മാർക്കറ്റിൽ, അപ് ട്രെൻഡ് മാർക്കറ്റ് ആണെങ്കിൽ മാർക്കറ്റ് നിരന്തരം എന്ത് ചെയ്യുന്നുണ്ടാവും? അതിൻ്റെ ഹൈകളെ ബ്രേക്ക് ചെയ്തിട്ട് പുതിയ ഹൈകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ? ഇതിനെ നമ്മൾ എന്താണ് പറയുക? ഹയർ ഹൈസ് എന്ന് പറയും. ഓരോ ഹയർ ഹൈസും എന്താണ്? പ്രീവിയസ് ഹൈനെ ബ്രേക്ക് ചെയ്ത് പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് ഒന്ന് പ്ലേ ചെയ്ത് വിടാം. കണ്ടോ, നെക്സ്റ്റ് വീണ്ടും ഒരു ഹയർ ഹൈ മാർക്കറ്റ് പ്രിൻ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ഇവിടെ പ്ലോട്ട് ചെയ്യണം. ഈ ഹൈനെ നമ്മളിവിടെ പ്ലോട്ട് ചെയ്തു. വൺസ് ഈ ഹൈനെ മാർക്കറ്റ് ഇനി ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും എന്ത് കിട്ടും? പുതിയൊരു ഹൈ കിട്ടും. അതായത് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടും. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ട്രെൻഡ് കണ്ടിന്യൂഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. വീണ്ടും നമുക്ക് പുതിയൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ കിട്ടി. നമ്മൾ ഇങ്ങനെ ഹയർ ഹൈസ് ഉണ്ടാക്കി മുകളിലോട്ട് പോകുന്ന മാർക്കറ്റിൽ എപ്പോഴാണ് നമ്മൾ ഷോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടത്? അതായത് നമ്മളൊരു സെല്ല് പ്ലാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടത് മാർക്കറ്റിനകത്ത് ഇങ്ങോട്ട് നോക്കാം. ഫസ്റ്റ് ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്ന് മാർക്കറ്റ് പുതിയൊരു ഹൈ പ്രിന്റ് ചെയ്തു അല്ലേ? ഈ ഹൈ പ്രിന്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ലോ എന്ന് പറയുന്നത്, ഈ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ കാരണക്കാരനായ ലോ ഏതാണോ, സ്വിംഗ് ലോ ഏതാണോ, ഇതാണ് സ്വിംഗ് ലോ, പ്രധാനപ്പെട്ട ഒരു സ്വിംഗ് ലോ. എന്തുകൊണ്ട് ഇത് പ്രധാനപ്പെട്ടതായി? കാരണം ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ഹൈയിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പുതിയൊരു ഹൈ മാർക്കറ്റിൽ പ്രിന്റ് ചെയ്തു. അപ്പോൾ പുതിയൊരു ഹൈ പ്രിന്റ് ചെയ്യുമ്പോൾ അപ്പോൾ മാത്രമാണ് ഈ ലോ ഇവിടെ കൺഫേംഡ് ലോ ആയി മാറുന്നത്. ഇനി നെക്സ്റ്റ് ലോ എപ്പോഴാണ് കൺഫേം ആവുക? ഈ ഇവിടെ മാർക്കറ്റ് തന്ന ഹൈയിനെ എപ്പോഴാണോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നത്, അപ്പോഴാണ് ഈ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ കാരണക്കാരനായ ഈ ലോയും ഇവിടെ സ്ട്രോങ് ലോ ആയി മാറുക, ഇവിടെ കൺഫേംഡ് ലോ ആയി മാറുക. അതർവൈസ് അത് കൺഫേംഡ് ലോ അല്ല. അങ്ങനെ ഇവിടെയും ബ്രേക്ക് സംഭവിച്ച് മാർക്കറ്റ് പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഈ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ കാരണക്കാരനായ ലോ ഇതായതുകൊണ്ട് നമ്മൾ ഇതിനെ പ്ലോട്ട് ചെയ്തു. ഇനി അടുത്ത ഒരു ഹൈ എവിടെയാണ് വരേണ്ടത്? ഇതിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്ത് പുതിയൊരു ക്യാൻഡിൽ ക്ലോസ് ആകുമ്പോൾ. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ആയപ്പോൾ നമുക്ക് വേറെ പുതിയതായിട്ട് എന്ത് കിട്ടി? പുതിയതായിട്ട് നമുക്കിവിടെ ഒരു ലോ കൂടി കിട്ടി. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതൊരു ലോ അല്ലേ എന്ന്. ഈ ഹൈ പ്രിന്റ് ചെയ്യാൻ കാരണം ഈ ലോ അല്ലേ ആക്ച്വലി എന്ന് ചോദിക്കും. ഈ ലോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോ ആണ്, ഇതൊരു ലോ തന്നെയാണ്. പക്ഷേ ഇതൊരു മൈനർ ലോ ആണ്. ഫൈൻ. അപ്പോൾ ഇത് ഇന്റേണൽ സ്ട്രക്ചർ അനുസരിച്ചുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ചെറിയ ടൈം ഫ്രെയിം അനുസരിച്ചുള്ള ഒരു ലോ ആണ് അത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ കളർ ഒരു ഗ്രീൻ കളറായിട്ട് കൊടുത്തു. ഓക്കെ, ഇതെന്താണ്? ഇതൊരു മൈനർ ലോ ആണ്. സോ ഞാനിവിടെ അതിനെ MSS ആയിട്ടാണ് ഞാനിവിടെ പ്ലോട്ട് ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ടാണ് MSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ക്രിയേറ്റ് ചെയ്ത ഒരു ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരുമ്പോൾ
അതിനെയാണ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് വിളിക്കുക. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. അത് കാണാത്ത ആളുകൾ അത് ശരിക്കും കണ്ടുവരണം. അപ്പോൾ പ്രീവിയസ് ലോ എന്ന് പറയുന്നത് ഇതാണ്. ഇതൊരു മൈനർ ലോ ആണ്, പക്ഷേ ഇതാണ് പ്രധാനപ്പെട്ട ലോ. ഇതൊരു മേജർ ലോ ആണ്. ഈ യെല്ലോ കളേഴ്സിൽ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. ഗ്രീൻ കളറിൽ പ്ലോട്ട് ചെയ്തത് മൈനർ ലോ ആണ്, ചെറിയ ടൈം ഫ്രെയിമിലുള്ള ലോ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മൈനർ ലോനെ ഫസ്റ്റ് ടൈമിൽ മാർക്കറ്റ് എപ്പോൾ ബ്രേക്ക് ചെയ്യുന്നോ അപ്പോൾ മാർക്കറ്റ് ഒരു റിവേഴ്സൽ സിഗ്നലാണ് നമുക്ക് നൽകുന്നത്. പക്ഷേ മൈനറിൽ ധാരാളം MSS നമ്മൾ എല്ലായ്പ്പോഴും കാണാറുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ മൈനറിലുള്ള MSSനെ അത്ര വിശ്വാസയോഗ്യമായിട്ട് എടുക്കുന്നത് അത്ര ബുദ്ധിയല്ല. എപ്പോഴും മേജറിൽ കിട്ടുന്ന MSS ആണ് ഒന്നും കൂടിയും വാലിഡ് ആവുക. ഇനി നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്, ഇനി മാർക്കറ്റിൽ പ്രിന്റ് ആവാൻ പോകുന്നത്, ചാർട്ടിൽ പ്രിന്റ് ആവാൻ വേണ്ടി പോകുന്നത് പുതിയൊരു ഹൈ ആണോ അല്ല ഈ മൈനറിനെ ഈ മൈനർ MSS ആയിട്ട് നമ്മൾ വരച്ച ഈ ഏരിയനെ മാർക്കറ്റ് ഷിഫ്റ്റ് ചെയ്ത് താഴത്തോട്ട് വരുന്നുണ്ടോ എന്നാണ് വാച്ച് ചെയ്യേണ്ടത്. യെസ്, മാർക്കറ്റ് അതിനെ ബ്രേക്ക് ചെയ്തു. ആദ്യമായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? ഇതുവരെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ പ്ലോട്ട് ചെയ്ത ഒരു ലോവിനെ പോലും മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് മാർക്കറ്റ് ഒരു ലോ ബ്രേക്ക് ചെയ്തു എന്ന് മാത്രമല്ല, മേജറായിട്ട് നമ്മളിവിടെ പ്ലോട്ട് ചെയ്ത ഒരു ലോനെ കൂടി മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഈ രണ്ട് MSS ഇവിടെ സംഭവിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് തിരിഞ്ഞിറങ്ങാനുള്ള ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലായി. പക്ഷേ ഈ ഒരു MSSന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതെന്താണ്? ഈ ക്യാൻഡില് ക്ലോസ് തന്നിട്ടില്ല. ക്യാൻഡിൽ ക്ലോസ് തരാത്തത് കൊണ്ട് തന്നെ ഇതൊരു വാലിഡ് ആയിട്ട്, ചില ആളുകൾ ഇത് MSS ആയിട്ട് എടുക്കാറുണ്ട്, ചില ആളുകൾ എടുക്കാറില്ല. അതൊക്കെ നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജിക്ക് അനുസരിച്ച് നമ്മൾ കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. ഇത് മതിയോ അല്ല ക്യാൻഡിൽ ബോഡി ക്ലോസ് തന്നെ കിട്ടണമെന്നൊക്കെ അത് ഓരോരുത്തരുടെ ട്രേഡിംഗ് സ്റ്റൈൽ അനുസരിച്ചാണ് അവരെടുക്കുക. നമ്മളിവിടെ ഇത് ഒരു വിക്കിന്റെ റിജക്ഷൻ ആയിട്ടാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഇതൊരു ഒരു വാലിഡ് MSS ആയിട്ട് നമ്മളിവിടെ കൂട്ടുന്നില്ല. ബിക്കോസ് ക്യാൻഡിലിന്റെ ക്ലോസ് ഇതിന്റെ അടിയിലോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇനി അടുത്ത് നമ്മൾ പറയാനുള്ളത്, ഒരു MSS ആണോ ഇനി കിട്ടുക, BOS ആണോ കിട്ടുക എന്നുള്ളതാണ്. നമ്മൾ മാർക്കറ്റിനെ വാച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ പഠിച്ചൊരു കാര്യം എന്താണ്? ബൈ അറ്റ് സപ്പോർട്ട്, സെൽ അറ്റ് റെസിസ്റ്റൻസ്, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്? മാർക്കറ്റിൽ ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ഇവിടെ പ്രിന്റ് ആയി. ഈ റെസിസ്റ്റൻസ് പോയിന്റ് നമുക്ക് ആക്ച്വലി സെല് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. എന്തുകൊണ്ട്? കാരണം ഇവിടെ ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടില്ല. നമുക്ക് കിട്ടിയ റെസിസ്റ്റൻസ് പോയിന്റ് ഇതായിരുന്നു, അല്ലേ? ഇതായിരുന്നു നമുക്ക് കിട്ടിയൊരു റെസിസ്റ്റൻസ് പോയിന്റ്. അവിടേക്ക് മാർക്കറ്റ് എത്തുന്നതിന് മുമ്പ് അതിന്റെ തൊട്ട താഴെ ഇവിടെ റെസിസ്റ്റൻസ് മാർക്കറ്റ് പ്രിന്റ് ചെയ്ത് തന്നു. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത്, ഇനി ഇവിടെ എത്തുന്ന സമയത്ത് ഒരു സെൽ എൻട്രി ആണ് പ്ലാൻ ചെയ്യുക. അപ്പോൾ പ്രൈസ് ആക്ഷൻ മെത്തേഡ് പ്രകാരം സെൽ അറ്റ് റെസിസ്റ്റൻസ്, ബൈ അറ്റ് സപ്പോർട്ട്, ഇതാണ് അതിന്റെ ബേസിക് ലോജിക്ക്. ഓക്കെ, ഇതിവിടെ വർക്കൗട്ട് ആവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ആ ഏരിയയിൽ ടാപ്പ് ചെയ്ത് മാർക്കറ്റ് തിരിച്ചിറങ്ങുമ്പോൾ, യെസ്, മാർക്കറ്റ് ഇതിനെ ബ്രേക്ക് ചെയ്ത് ഇനി മുകളിലോട്ട് പോവോ, റെസിസ്റ്റൻസിന് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവോ, ഈ റെസിസ്റ്റൻസിനെ ടാപ്പ് ചെയ്ത് താഴത്തോട്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, യെസ്, മാർക്കറ്റിൽ പുതിയൊരു ഹൈ പ്രിന്റായി. കണ്ടോ? പുതിയൊരു ഹൈ പ്രിന്റായി. ഇതിൻ്റെ മുകളിൽ ഒരു ക്യാൻഡിൽ ബോഡി ക്ലോസ് തന്നെ തന്ന് പുതിയൊരു ഹൈ പ്രിന്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മളതിനെ അവിടെ മാർക്ക് ചെയ്തു. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് കിട്ടി നടത്താം. വീണ്ടും മാർക്കറ്റിൽ പുതിയൊരു ഹൈ പ്രിന്റായി. ഓക്കെ, നമ്മൾ അതിനെയും നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടിടുന്നു. നമ്മളൊരു കാര്യം ഓർക്കണം, ഓരോ പുതിയ ഹൈകൾ പ്രിന്റ് ആകുമ്പോഴും അതിന് കാരണക്കാരനായ ലോ എന്താണ്? ആക്ച്വലി ഒരു വാലിഡ് ലോ ആയിരിക്കും, അതായത് ഒരു വാലിഡ് MSS പോയിന്റ് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു പുതിയ ഹൈ പ്രിന്റ് ആവാൻ കാരണക്കാരനായ ലോ ഏതാണ്? ഇതാണ്, അല്ലേ? ആക്ച്വലി ഇതാണ് ഒരു ലോ. ഇനി ഈ ഒരു ലോ എന്തായി? ഒരു ബ്രേക്ക് ചെയ്താൽ നമ്മൾ MSS ആയിട്ട് കണക്കൂട്ടാണ്. ഒരു MSS പോയിന്റ്, അതായത് ഒരു ചോയ്സ് പോയിന്റ് നമുക്ക് ഇവിടെ കിട്ടി. ഇനി മാർക്കറ്റ് ഇതിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്നിട്ട് താഴത്തോട്ട് ഷിഫ്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കണം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ നോക്കിയേ, മൈനറിൽ ഒരു MSS തന്ന് റിവേഴ്സൽ സിഗ്നൽ തന്നു. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, മൈനറിൽ ഇങ്ങനെ ധാരാളം MSS ട്രാപ്പുകളായിട്ട് മാർക്കറ്റ് ഇട്ട് തരും, റിവേഴ്സൽ ആവാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, സെല്ലേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്.
പക്ഷേ നമ്മൾ നോക്കേണ്ടത് മേജറിൽ കിട്ടുന്ന MSSകളെയാണ് നമ്മൾ നോക്കേണ്ടതെന്നും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. മേജറിൽ നമുക്കിവിടെ MSS കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു MSS വാലിഡ് MSS അല്ല എന്ന് നമ്മൾ ഇവിടെ ഐഡന്റിഫൈ ചെയ്തിട്ടും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബോഡി ക്ലോസ് താഴത്തോട്ട് കിട്ടിയിട്ടില്ല. ഇവിടെ ഒരു വിക്കിന്റെ റിജക്ഷൻ ആണ് വന്നത് എന്നുള്ളത് കൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് തന്നെയാണ് പോകാൻ ചാൻസ് എന്ന് ഈ ഒരു ക്യാൻഡിലിനെ നോക്കിയിട്ട് നമ്മളിവിടെ വിലയിരുത്തിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇനി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വരും എന്ന് നമ്മൾ തീരുമാനിച്ചത്. ഇവിടെ ഈ ഒരു ബ്രേക്ക് സ്ട്രക്ചർ തന്ന സമയത്ത് നമുക്കിവിടെ എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു? വീണ്ടും മാർക്കറ്റ് ഇവിടെ 2 ലോകൾ പ്രിന്റ് ചെയ്ത് വന്നു. കണ്ടോ, ഇവിടെ ഒരു ലോ വന്നു, ഇവിടെ ഒരു ലോ വന്നു. ആക്ച്വലി ഇതൊരു ലോ ആണ്. ഈ ലോനെ നമ്മൾ എന്തായിട്ട് പരിഗണിക്കുക? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇതൊരു മൈനർ ലോ ആണ്. ഓക്കെ, അതിനൊരു മൈനർ ലോ ആയിട്ട് നമ്മൾ പരിഗണിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിക്കുക. ഈ 2 ലോകൾ എന്താണ്? മൈനർ ലോ ആണ്. ഇതും ഒരു മൈനർ ലോ ആണ്. നമ്മൾ എന്തിനാണ് മേജറും മൈനറും ഇങ്ങനെ ലോകൾ നമ്മൾ വരച്ചു വെക്കുന്നത്? കാരണം നമുക്ക് കിട്ടേണ്ടത് മൈനർ ലോ പ്ലസ് മേജർ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസ് കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മളിവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും ഇതിനകത്ത്, ഈ സ്ട്രക്ചറിനകത്ത് വന്ന മൈനർ ലോ ആണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ലോ എന്ന് പറയുന്നത് ഇതാണ്. പ്രധാനപ്പെട്ട ലോ തന്ന് കൺഫേം ആയത് മാർക്കറ്റ് ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് പുതിയൊരു ഹൈ ഉണ്ടാക്കിയപ്പോഴാണ്. ഓക്കെ, അതായത് പുതിയൊരു ഹൈ പ്രിന്റ് ചെയ്യുമ്പോൾ ഈ ഒരു ലോ കൺഫേംഡ് ആവും. ഇതിൻ്റെ മുകളിൽ പുതിയൊരു ഹൈ പ്രിന്റ് ചെയ്തപ്പോൾ ഇവിടെ എന്തായി? അടുത്തത് പുതിയൊരു ലോ പ്രിന്റായി. ഈ ലോ എന്താണ്? പ്രധാനപ്പെട്ട ലോ ആണ്. അതാണ് ഇതിലെ കാര്യം. ഈ ഒരു ലോ പ്രധാനപ്പെട്ട ഒരു ലോ ആണ്. പ്രധാനപ്പെട്ട ലോ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഒരു യെല്ലോ കളറിൽ ഞാനിവിടെ പ്ലോട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിനെ എപ്പോഴാണ് ഇനി മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. വീണ്ടും മാർക്കറ്റ് പുതിയൊരു ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. കണ്ടോ, മുകളിലോട്ട് തന്നെയാണ് മാർക്കറ്റിന് പോകാൻ താല്പര്യം എന്നാണ് ഇങ്ങനെ മനസ്സിലാവുന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ സ്വീപ്പാണ് തന്നത്. കണ്ടോ, ഇതുവരെ നമുക്ക് എന്താണ്? ഇവിടെ നിന്നോട് നോക്കിയേ, ബ്രേക്ക് തന്നപ്പോൾ ഇവിടെയും ബ്രേക്ക് തന്നപ്പോൾ ബോഡി ക്ലോസ് തന്നു. ഈ ഹൈനും ബ്രേക്ക് തന്നത് ബോഡി ക്ലോസിലാണ്. ഈ ഹൈന് ബ്രേക്ക് തന്നത് ബോഡി ക്ലോസിലാണ്. ബട്ട് ഈ ഹൈനെ ബ്രേക്ക് ചെയ്തത് ബോഡി ക്ലോസിലല്ല, ക്യാൻഡിലിൻ്റെ വിക്ക് വെച്ചിട്ടാണ്. ഇതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ട്വിസ്റ്റ്. ഒന്നാമത്തെ ട്വിസ്റ്റ്, ഇവിടെ നമുക്ക് ശരിക്കുള്ള ബ്രേക്ക് സ്ട്രക്ചർ കിട്ടിയില്ല. ഓക്കെ, പകരം മാർക്കറ്റ് വിക്ക് റിജക്ഷൻ തന്ന് തിരിച്ചു വന്ന് പ്രധാനപ്പെട്ടത് എന്ന് നമ്മൾ പറഞ്ഞ ഒരു MSSനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഒരു ക്യാൻഡിൽ ബോഡി ക്ലോസ് തന്നു. ഫൈൻ. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പഠിച്ച ഒരു പാഠം എന്താണ്? ബൈ അറ്റ് സപ്പോർട്ട്, സെൽ അറ്റ് റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് ഏരിയകൾ നമ്മളിവിടെ പ്ലോട്ട് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഒരു ഫാള് ഫസ്റ്റ് ഇവിടെ നിന്നാണ് തുടങ്ങിയത് അല്ലേ? ഇവിടുന്ന് തുടങ്ങി ഇവിടെ വന്നു, ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു, ഇവിടുന്ന് രണ്ടാമത്തെ ഫാൾ ആരംഭിച്ചു. ഇതെന്താണ്? അപ്പോൾ ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ആണ്. നമ്മൾ ഇനി ഇവിടെ MSS തന്നതുകൊണ്ട് നമുക്കൊരു റിവേഴ്സൽ സിഗ്നൽ ഇവിടെ കിട്ടി. ഇനി നമ്മൾ എവിടെ വെച്ചിട്ടാണ് ട്രേഡിൽ എൻ്റർ ആവേണ്ടത്? ട്രേഡിലേക്ക് നമ്മൾ എൻ്റർ ആവേണ്ടത് ഇനി ഒരു സെല്ലറ്റ് റെസിസ്റ്റൻസിലാണ് അല്ലേ? അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് ഇനി മാർക്കറ്റ് വരുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്തിട്ട് ഇവിടുന്ന് കിട്ടുന്ന ഒരു റിജക്ഷനിലാണ് നമ്മൾ ഒരു സെൽ എൻട്രി പ്ലാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മാർക്കറ്റ് അങ്ങോട്ട് വരുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. യെസ്, മാർക്കറ്റ് വളരെ ശക്തിയായിട്ട് താഴത്തോട്ട് വന്നു. നമുക്ക് ഇവിടെ ഈ റെസിസ്റ്റൻസ് പോയിന്റിൻ്റെ താഴെ മറ്റൊരു റെസിസ്റ്റൻസ് പോയിന്റ് കൂടി മാർക്കറ്റ് ഇവിടെ പ്രിന്റ് ചെയ്ത് തന്നില്ലേ? അപ്പോൾ എന്തായി? ഇവിടെ ഒരു റെസിസ്റ്റൻസ് പോയിന്റ് കിട്ടി, ഇവിടെ റെസിസ്റ്റൻസ് പോയിന്റും കിട്ടി. ഇനി മാർക്കറ്റ് ഈ ഒരു റെസിസ്റ്റൻസ് പോയിന്റിലേക്ക് വരുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. വരുന്നുണ്ടെങ്കിൽ ട്രേഡ് എടുക്കാം. എന്തുകൊണ്ട്? കാരണം പ്രധാനപ്പെട്ട ഒരു ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് വളരെ പവർഫുൾ ആയിട്ട് ബോഡി ക്ലോസും തന്നു. ഒരു ഇമ്പൾസ് ക്യാൻഡിൽ തന്നെ അവിടെ തന്നിട്ടുണ്ട്. നോക്കിയേ, അവിടെ അതിനെയും ബ്രേക്ക് ചെയ്തു, ഇതിനെ ബ്രേക്ക് ചെയ്തു, ഇതിനെ ബ്രേക്ക് ചെയ്തു. 3 MSSകളെ അല്ലെങ്കിൽ MSS പോയിന്റുകളെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. പക്ഷേ ഒന്നാമത്തിനെ ബ്രേക്ക് ചെയ്തെങ്കിലും രണ്ടാമത്തെയും മൂന്നാമത്തെ MSSനെ ഇവിടെ ലിക്വിഡിറ്റി ഗ്രാബ് നടത്തി മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഈ ഇന്റേണൽ സ്ട്രക്ചർ പ്രകാരമുള്ള നമ്മൾ വരച്ചിട്ട MSSനെ മാർക്കറ്റ് ഇവിടുന്ന് റിജക്ഷൻ ആണ് നമ്മളിവിടെ കാണുന്നത്. ഇനി നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ പ്രധാനപ്പെട്ട MSS തന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങോട്ട് തിരിച്ചു കയറുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് ഒരു സെൽ എൻട്രി പ്ലാൻ ചെയ്യാം. പക്ഷേ ഈ ഒരു എൻട്രി റിസ്ക് എൻട്രിയാണ്. എന്തുകൊണ്ട്? നിങ്ങൾ നോക്കിയേ, പവർഫുൾ ആയിട്ട് ഒരു ഗ്രീൻ ബാർ ആണ് ഇവിടെ ഫോം ആയിട്ടുള്ളത്. ഇത് മേലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിസ്ക് എൻട്രി ഒഴിവാക്കിയിട്ട് കൺഫർമേഷൻ എൻട്രി നോക്കലാണ് കുറച്ചുകൂടി നല്ലത്. കണ്ടോ,
ഇതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, നെക്സ്റ്റ് ഇവിടെ തൊട്ട് മുകളിൽ അതിൻ്റെ മുകളിലൊക്കെ ഇവിടെ എന്തുണ്ട്, റെസിസ്റ്റൻസ് പോയിന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ അഗ്രസീവ് എൻട്രി നോക്കുന്ന സമയത്ത് നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇവിടെ എന്താ സംഭവിച്ചത്, നമുക്കിവിടെ ടാർജറ്റ് ഹിറ്റായിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ മാർക്കറ്റ് ടാർജറ്റ് ഹിറ്റായി. സംഭവം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. സോ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അത് നമുക്ക് വീഡിയോക്ക് കൂടുതൽ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി കാരണമാകും. അതുപോലെ തന്നെ പഠിക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് കാര്യം പറയാനുള്ളത്, ഈ വീഡിയോയിൽ പലതവണ നിങ്ങൾ മാർക്കറ്റ് ബൈ അറ്റ് സപ്പോർട്ട്, സെൽ അറ്റ് റെസിസ്റ്റൻസ്, ആ ഒരു തിയറി വെച്ചിട്ട് പലതവണ നമ്മൾ വരച്ച സപ്പോർട്ടിലും പലതവണ നമ്മൾ വരച്ച റെസിസ്റ്റൻസിലേക്ക് മാർക്കറ്റ് കയറി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ അവിടുന്ന് ആ ട്രേഡ് എടുത്തിട്ടില്ല. ആക്ച്വലി നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ലാസ്റ്റ് വീക്കിൽ നമ്മൾ ചെയ്ത ആ ഒരു സെൽ എൻട്രിയുടെ ഒരു ഓവറാൾ ഫോർമേഷൻ, മാർക്കറ്റിൻ്റെ ഒരു ഫോർമേഷനാണ് നിങ്ങൾക്ക് ഞാനത് കട കാണിച്ചു തന്നിട്ടുള്ളത്. ഈ രൂപത്തിൽ മാർക്കറ്റിൻ്റെ ഫോർമേഷൻ കഴിഞ്ഞ് നിങ്ങൾ നന്നായി വെയിറ്റ് ചെയ്ത് എടുക്കുന്ന ഒരു എൻട്രി, അതിൻ്റെ ഒരു ട്രാവലിംഗ് എത്ര ദൂരത്തോട്ടാണെന്ന് ആ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ആ ഒരു വീഡിയോൻ്റെ എൻഡിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. അതാണ് അതിൻ്റെ പ്രത്യേകത. അതിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് മൂവ് ചെയ്യുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തന്നത്. ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഈ ഒരു ഫോർമേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒന്നുമില്ല, ജസ്റ്റ് ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആദ്യം നമ്മൾ തുടർച്ചയായി ബ്രേക്ക് ഓഫ് സ്ട്രക്ചറുകൾ വരച്ച് മാർക്കറ്റിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദെൻ നമ്മൾ റിവേഴ്സലാണ് നോക്കുന്നതെങ്കിൽ, സെൽ എൻട്രി ആണ് നോക്കുന്നതെങ്കിൽ നമുക്ക് ഒരു പവർഫുൾ ലോവേ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. എപ്പോഴും ലോ എന്താണ്, നമ്മുടെ MSS പോയിൻറ്റുകളാണ്. അപ്പോൾ വൺസ് ഒരു MSS പോയിൻ്റ് മാർക്കറ്റ് കട്ട് ചെയ്ത് ഇറങ്ങുമ്പോൾ നമുക്കവിടെ ഒരു റിവേഴ്സൽ സിഗ്നൽ കിട്ടുകയാണ്. MSS പോയിൻ്റ് എന്ന് പറയുമ്പോൾ അതായത് ലോ എന്ന് പറയുമ്പോൾ രണ്ട് തരം ലോകളുണ്ടാവും. മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട ലോകളുണ്ടാവും, അതിനിടയിൽ വരുന്ന മൈനർ ലോകളും ഉണ്ടാവും. മൈനർ ലോ എന്ന് പറയുന്നത് ഒരു ലിക്വിഡിറ്റി പോയിൻറ്റ്സ് ആണ്. അത് മാർക്കറ്റ് എപ്പോഴും ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരണമെന്നില്ല. ജസ്റ്റ് അത് ആ ലിക്വിഡിറ്റി ഗ്രാബ് നടത്തി മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണ് ചെയ്യാറുള്ളത്. റിവേഴ്സൽ സിഗ്നൽ ആക്ച്വലി സംഭവിക്കണമെങ്കിൽ അത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റായി, അതായത് പ്രധാനപ്പെട്ട ഒരു ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് തരിക തന്നെ വേണം. അപ്പോൾ അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഫസ്റ്റ് കൺഫർമേഷൻ നമുക്ക് കിട്ടുന്നത്. ദെൻ മാർക്കറ്റ് തിരിച്ചു കയറി ഒരു പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് പോയിൻറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് കയറി വരുന്ന സമയത്ത് നമ്മൾ സെൽ എൻട്രി പ്ലാൻ ചെയ്യുന്നു. ഇനി വൺസ് മാർക്കറ്റ് ആ ഒരു ഏരിയയെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ മുകളിൽ വരച്ച് എപ്പോഴാണോ മാർക്കറ്റ് ഏറ്റവും ഹൈ പോയിൻറ്റിൽ നിന്ന് ഒരു റിജക്ഷൻ ക്യാൻഡിൽ തന്ന് താഴത്തോട്ട് ഇറങ്ങി വരുന്നത്, ആ ഒരു പോയിൻ്റ് നമുക്ക് വളരെ ശക്തമായൊരു പോയിൻ്റ് ആയിരിക്കും. എന്തുകൊണ്ട്, മാർക്കറ്റിന് ഇനി മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് പോകാൻ കഴിയുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതിനുശേഷം ഇനി വീണ്ടും നമ്മൾ MSS കിട്ടുന്നുണ്ടോ എന്ന് നോക്കുന്നു. ദെൻ ഒരു MSS കിട്ടിയാൽ, ഒരു ക്യാൻഡിൽ ക്ലോസ് ഒരു പ്രധാനപ്പെട്ട ലോയുടെ താഴത്തോട്ട് കിട്ടിയാൽ നമ്മൾ തീർച്ചയായിട്ടും വീണ്ടും റെസിസ്റ്റൻസ് പോയിൻ്റ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്താൻ വേണ്ടി വാച്ച് ചെയ്യുന്നു. അങ്ങനെ അങ്ങോട്ട് മാർക്കറ്റ് എത്തുകയും അവിടുന്ന് കിട്ടുന്ന ഒരു റിജക്ഷനിൽ നമ്മൾ ട്രേഡ് എടുക്കുകയും ചെയ്ത് മാർക്കറ്റിൻ്റെ ഏറ്റവും നെക്സ്റ്റ് MSS പോയിൻ്റ് ഏതാണോ ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രൂപത്തിൽ തന്നെ പ്രോഫിറ്റ് കിട്ടും. ഇത് സ്റ്റോപ്പ് ലോസ് ഹിറ്റാവാൻ ഏറ്റവും ചാൻസ് കുറവുള്ള ഒരു ട്രേഡിംഗ് പാറ്റേൺ കൂടിയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും സംടൈംസ് മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്ത് കളയും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ 100% വിന്നിങ് സ്ട്രാറ്റജി എന്നുള്ളത് മാർക്കറ്റിനകത്തില്ല. അപ്പോൾ പക്ഷേ ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്ന മാർക്കറ്റിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും കഴിഞ്ഞ് നമ്മൾ ചാർട്ടിനെ റീഡ് ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ രീതി ഒട്ടുമിക്ക സമയത്തും ഈ രീതി പ്രോഫിറ്റബിളായിട്ട് തന്നെ നമ്മൾ കാണാറുമുണ്ട്. ഓക്കെ, അതാണ് ഇതിനകത്തുള്ള കാര്യം. സോ ഗൈസ്, വൺസ് അഗെയിൻ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. മറക്കരുത്, ലൈക്ക്, കമൻറ്റ് എല്ലാം നിങ്ങൾ ചെയ്യുക. സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് വളരെ സബ്സ്ക്രിപ്ഷനും ലൈക്കും കമൻസൊക്കെ കുറവാണ്.